ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. തലച്ചോറിൻ്റെ അത്ഭുതകരമായിട്ടുള്ള പ്രാപ്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇതിനോട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ആളെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രാപ്തിയുള്ളൊരു സംഗതിയാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തലച്ചോറിന് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാം വലിയ വലിയ നിലയിൽ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വിശേഷിച്ച് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കേണ്ടത്? അതിൻ്റെ ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിന് ഇപ്പോൾ നമുക്കതിൻ്റെ ഒരു ചെറിയ കാഴ്ചയിലേക്ക് വരാം. ഇത് ഓരോന്നും എന്താണെന്ന് ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സർസൈസ് ചെയ്യാനുള്ള ഉപകരണങ്ങളാണ് അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനും പ്രത്യേകം സ്റ്റിമുലേഷൻ കിട്ടാൻ തക്കവണ്ണം അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ചില സാധനങ്ങളാണിത്. അപ്പോൾ ഇത് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൈക്ക് സ്ട്രെങ്ത് കിട്ടാനും കൈയിലെ മസിൽസ് കൂടുതൽ ഒക്കെ സ്ട്രെങ്ത് ആകാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കും. അതുപോലെ തന്നെ നടുവിനും അതോടൊപ്പം തന്നെ കാലുകൾക്ക് ഒക്കെ ബലം കിട്ടാൻ വേണ്ടിയിട്ടും അവിടുത്തെ മസിൽസൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അടുത്തത് ബുള്ളോർക്കറാണ്. ബുള്ളോർക്കർ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും പറ്റുന്ന എക്സസൈസ് അത് ചെയ്യാൻ പറ്റും. പിന്നെ സിറ്റപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. അപ്പോൾ ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജിമ്മിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനും പ്രത്യേകം ഡെവലപ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സാധനം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തലച്ചോറ് വലിയൊരു വണ്ടർഫുള്ളായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഈ തലച്ചോറിൻ്റെ ഓരോ ഭാഗത്തിനും സ്റ്റിമുലേഷൻ കിട്ടാൻ തക്കണം പ്രത്യേകം ചില എക്സർസൈസിന് സമാനമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള സംബന്ധിച്ച് നമ്മുടെ തലച്ചോറിന് അസാമാന്യമായിട്ടുള്ള പവറുള്ളൊരു സംഗതിയാണ് തലച്ചോറ്. അപ്പോൾ ഈ തലച്ചോറിനെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം, അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് സിമ്പിളായിട്ടുള്ള ഉദാഹരണം എന്നല്ലേ ഞാനിത് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ ഈ ജിമ്മിൽ ഉള്ള ഏതാനും ചില ഉപകരണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾക്ക് സ്റ്റിമുലേഷൻ കൊടുക്കുന്ന എക്സർസൈസ് ചെയ്യുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ ഉപയോഗിച്ച് നമ്മൾ നിരന്തരം ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ പ്രത്യക്ഷമാകും നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറിന് അതിനെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ കൊണ്ട് നമ്മൾക്ക് ചില കാര്യങ്ങൾ ആവശ്യമാണ്. നമുക്കതിൻ്റെ ചില കാര്യങ്ങളിലേക്കാണ് കിടക്കാൻ ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കുട്ടികൾ ആയിട്ടുള്ളവർ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നോക്കണം സാധിക്കുന്നില്ല. അവരുടെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ പതറിപ്പോവുകയാണ്. നിരവധി ഘടകങ്ങളുണ്ട്. ഒരു ആയിരക്കണക്കിന് വിവരങ്ങളാണ് ഒരു ദിവസം തലച്ചോറിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നത്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സംഗതികൾ. അപ്പോൾ അനാവശ്യമായിട്ടുള്ള പല സംഗതികളും ഒഴിവാക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സംഗതികൾ നമ്മുടെ ശ്രദ്ധ നമുക്ക് കൂടുതൽ കേന്ദ്രീകരിക്കാൻ തക്കണം കുട്ടികൾക്ക് കഴിയും. അപ്പോൾ അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരുടെ തലച്ചോറിൽ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ അവരുടെ തലയിലേക്ക് വരുന്നുണ്ട്. പിന്നെ സ്കൂളിലെ കാര്യങ്ങൾ ഓർത്തിട്ട് കുറേ പ്രശ്നങ്ങൾ അവർക്ക് വരും. അതോടൊപ്പം തന്നെ മാതാപിതാക്കളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ അവർക്കുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തല വളരെയധികം എൻഗേജ്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരു വിധത്തിൽ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അതൊരു പഠന വൈകല്യത്തിലേക്ക് നയിക്കും. പക്ഷേ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ എന്നാൽ അത് എങ്ങനെയാണ് നമുക്കതിനെ തരണം ചെയ്യാൻ പോകാൻ നിൽക്കാൻ കഴിയുന്നത്? അതാണ് ഇപ്പോൾ ഈ ആധുനികമായിട്ടുള്ള ഒരു യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള സംഗതികൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ചിലതിനെ നമുക്ക് ബോധപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും? അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ കുട്ടികൾ എല്ലാവരും പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് നല്ല നിലയിൽ എത്തിച്ചേരണം എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഒരു നല്ല ജീവിത നിലവാരം എത്തിപ്പിടിക്കണം എന്നുള്ള അവസ്ഥയിലാണ് പഠിക്കാൻ തക്കണം പോകുന്നത്. പക്ഷേ അത് പലപ്പോഴും മാതാപിതാക്കൾ പഠിക്കാൻ തക്കണം കുട്ടിയോട് പറയാം, അവർ പഠിക്കും. പക്ഷേ അത് പലപ്പോഴും ലക്ഷ്യബോധം ഉണ്ടായിരിക്കുകയില്ല. അതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ദൃഷ്ടാന്തീകരിക്കാതെയായിട്ട് നമുക്ക് ലക്ഷ്യം വെക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് സംബന്ധിച്ച് നോക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു എയർ ഗണ്ണുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ എയർ ഗണ്ണുമായിട്ട് നിങ്ങൾ ഒരു പക്ഷിയെ വെടിവെക്കാൻ പോകും. അപ്പോൾ എയർ ഗണ്ണ് കയ്യിലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. പക്ഷിയെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം എയർ ഗണ്ണാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി പക്ഷിയെ കണ്ടുപിടിക്കുക. എയിമാണ്. പക്ഷിയെ നമ്മൾ കണ്ടുപിടിക്കും. പക്ഷിയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പക്ഷിയെ നമ്മൾ കണ്ടു. ഇനി അതിനെ എയിം ചെയ്യണം.
അപ്പോൾ എയിം ചെയ്യുമ്പോൾ എന്താ ഒഴിവാക്കേണ്ട സംഗതികൾ? നമ്മൾ ശബ്ദിക്കാതെ അതിൻ്റെ അടുത്ത് പോകും. ഏറ്റവും പതുങ്ങി ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്ഥലത്ത് വരെയും പോകും. പക്ഷേ ആ സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് മ്യൂട്ടാക്കി വെക്കും. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷി പറന്നു പോകും, നമ്മുടെ എയിമിൽ നിന്ന് മാറിപ്പോവും. പിന്നെ കൂട്ടുകാർ നമ്മൾ വിളിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് നമ്മൾ മുൻകൂട്ടി ആ സംഗതികൾ കണ്ടുവെക്കും, എന്ന് പറഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നാൽ ഈ പക്ഷിനെ പിടിക്കുക എന്നുള്ളതാണ്, എയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി അതിലേക്ക് ആ പക്ഷി പറന്നു പോകാതിരിക്കാൻ തക്കവണ്ണം അതിലേക്ക് നയിച്ചേക്കാവുന്ന ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള എല്ലാ സംഗതികളും നമ്മൾ അവോയ്ഡ് ചെയ്യും. അതാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതിലേക്ക്. അപ്പോൾ ആദ്യമേ ഒരു എയിം ഉണ്ടായിരിക്കണം. അപ്പോൾ പക്ഷി എന്നുള്ളതാണ് നമ്മുടെ എയിം. എന്ന് പറഞ്ഞാൽ പഠനത്തിൻ്റെ ഒരു എയിം ഉണ്ടായിരിക്കണം. എന്തായിത്തീരണം, ആരായിത്തീരണം, എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നുള്ളൊരു ലക്ഷ്യബോധം ഫസ്റ്റിലെ കുട്ടികളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതാണ് ഒരു സംഗതി. ഇനി അതിൽ നിന്ന് നമ്മളെ ഡീവിയേറ്റ് ചെയ്തേക്കാവുന്ന ഏത് സംഗതികളെയും നമ്മൾ അവോയ്ഡ് ചെയ്യണം, അല്ലേ? അപ്പോൾ പക്ഷിയെ എയിം ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷി പറന്നു പോകും, നമ്മുടെ ശ്രദ്ധ മാറിപ്പോവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പർട്ടിക്കുലർ എയിമുണ്ട്, എന്തായിത്തീരണം, ആരായിത്തീരണം എന്നെ സംബന്ധിച്ച്. അപ്പോൾ ആ എയിമിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ സംഗതികളും നമ്മൾ ഒഴിവാക്കണം. ഒരുപക്ഷെ ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഓപ്ഷനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു സംഗതിയെക്കുറിച്ച് ആളുകൾ പറയുമ്പോൾ നിങ്ങൾ ചെയ്ത എയിം എന്താണോ അതിൽ ഉറച്ചു നിൽക്കുക. അതാണ് ആലോചിച്ച് വേണം എയിം എടുക്കാനായിട്ട്. പക്ഷേ ആ എയിം എന്താണോ അതിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ആക്കിയിരിക്കുന്ന മറ്റ് ഘടകങ്ങളോ അല്ലെങ്കിൽ മറ്റ് സംഗതികളോ മറ്റ് പ്രോത്സാഹനങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മാറി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷിനെ വെടിവെക്കാൻ പോയി ഇപ്പോൾ അണ്ണാനെ കണ്ടപ്പോൾ അണ്ണാൻ്റെ പുറകെ പോയി അതിനെ വെടിവെക്കാൻ പോരുത്. പക്ഷി എന്നുള്ളതാണെങ്കിലും ലക്ഷ്യം. അതാണല്ലോ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ നമ്മുടെ എയിമിൽ നിന്ന് നമ്മളെ ഒരു സംഗതികളും ഡിസ്ട്രാക്റ്റ് ചെയ്യരുത്. മറ്റുള്ളവരുടെ സ്വാധീനമോ അതല്ലെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അതാണ് ഇതാണ് എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞാലും നമുക്ക് എയിമുണ്ട്. ആ എയിമിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒന്ന്. അപ്പോൾ എയിം ഉണ്ടായിരിക്കുക. ഇനി ആ എയിമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സമയം തിരഞ്ഞെടുക്കണം. ഇപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ ആകെപ്പാടെ ഇപ്പോൾ പക്ഷിയെ വെടിവെക്കാൻ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ഭയങ്കരമായിട്ട് അതികഠിനമായിട്ട് വിശപ്പുണ്ട്, അതിനെ സഹിച്ചാൽ പോകുന്നെങ്കിൽ അത് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഒരു പട്ടിയെ നമ്മൾ കൊണ്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഒരുപക്ഷെ അത്ര അടങ്ങിയിരിക്കുന്നിരിക്കുകയല്ല, അത് ബഹളം വെക്കും. അപ്പോൾ അത് നമ്മളെ ശല്യപ്പെടുത്തും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും തനിയെ ഇരിക്കാൻ തക്കണം ഉള്ള ആരെയും കൊണ്ടുപോകാതെ തനിയെ പോയി നിശബ്ദമായിട്ട് പോയി അതിനെ എയിം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനിരിക്കുമ്പോൾ നമ്മളെ ശ്രദ്ധാശേതിയിലുണ്ടാക്കുന്ന എല്ലാ ഘടകങ്ങളെയും അവോയ്ഡ് ചെയ്യുക. അതാണ് ഒരു സംഗതി. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് മ്യൂട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു മുറിയിൽ തനിച്ച് ഇരിക്കുക, മറ്റുള്ളവർ വിളിക്കാൻ സാധ്യതയുള്ള സംഗതികളൊക്കെ നേരത്തെ കണ്ട് അവോയ്ഡ് ചെയ്ത് ആ രീതിയിലിരിക്കുക. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന മറ്റൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് ആ സമയം എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ വൈകുന്നേരം സമയമൊക്കെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ പകലത്തെ ജോലിയോ അല്ലെങ്കിൽ സ്കൂളിൽ പോയതിൻ്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ വിശപ്പോ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം മോചനമാകുന്ന സമയം വേണം. ഇപ്പോൾ പല ആളുകളും കണ്ടുപിടിച്ചിട്ടുള്ള സമയം രാവിലെ സമയമാണ്. അപ്പോൾ ഉറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്രഷ് ആവും. അപ്പോൾ ഏർലി മോർണിംഗിലേറ്റ് ശ്രദ്ധാശാലില്ലാതെ മുറിയിരുന്ന് പഠിക്കാൻ മറ്റ് ശല്യങ്ങളില്ലാതെ അതിനെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് ബോധപൂർവ്വം അവോയ്ഡ് ചെയ്തുകൊണ്ട് അവിടെ ചിരിക്കുകയാണെങ്കിൽ ഇച്ചിരി പഠിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ രണ്ട് സംഗതികളും മനസ്സിലാക്കി. ഒന്ന് നമുക്ക് എയിം ഉണ്ടായിരിക്കുക, രണ്ടാമത്തെ സംഗതി നമ്മൾ പഠിക്കാൻ വേണ്ടി പ്രത്യേക ഒരു സമയം സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ സംഗതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്, സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ സമയം തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ സംഗതി ഏറ്റവും ആദ്യത്തെ സംഗതി എയിം ചെയ്യുക, എന്താണ് ലക്ഷ്യം എന്നുള്ള സംബന്ധിക്കുക. ഞാൻ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ തക്കൊണ്ട് ഉണ്ടാകുന്ന ശ്രദ്ധാശൈഥില്യങ്ങളെ ഒഴിവാക്കുക. അതിൻ്റെ ആ ഒരു എയിമിൽ നിന്നും നമ്മളെ ഡീവിയേറ്റ് ചെയ്തേക്കാവുന്ന എല്ലാ പ്രോത്സാഹനങ്ങളെയും ഉപദേശങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തെ ഘടകത്തിന് പറ്റിയൊരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ചെറിയ ടിപ്സാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വേറെ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ വിശേഷിച്ച് കുട്ടികളുള്ളവർക്കും മുതിർന്നവർക്കും പ്രയോജനം ചെയ്യും. കാരണം അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയൊരു സംഗതി ചെയ്യുകയാണെങ്കിൽ അത് പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇത് വളരെ നല്ലൊരു ടിപ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.
നിങ്ങളുടെ ദൈവം തന്നിട്ടുള്ള നിങ്ങളുടെ ആ ഒരു തലച്ചോറിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തക്കണം ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.